എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കലിയുഗമാണ്. വളരെ സൂക്ഷിച്ചും കണ്ടും ചുവട് വച്ചില്ല എങ്കിൽ ആത്മാവിന് പിന്നെ ഗതി കിട്ടില്ല. സമയമനുസരിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വഴികൾ അനേകമുള്ളത് കൊണ്ട് ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കണമെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത്, അല്ലേ? കലിയുഗത്തിൽ എങ്ങും പെട്ടുപോകാതെ മുന്നേറണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? 1. കലിയുഗത്തിൽ നല്ല മനുഷ്യരെ ആരാധിക്കുവാനോ അവരുടെ നല്ല സ്വഭാവത്തെ അംഗീകരിക്കാനോ അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാനോ അല്ല ആളുകൾ നോക്കുന്നത്. പകരം അവരെ എങ്ങനെ കൂടുതൽ ഉപയോഗിക്കാം എന്നേ നോക്കുകയുള്ളൂ. 2. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആലിംഗനം ചെയ്യുകയും കരഘോഷങ്ങൾ മുഴക്കുകയും ചെയ്യും. എന്നാൽ ഇവരൊക്കെ നിങ്ങളുടേതാണെന്ന് കരുതിയാൽ അത് ഒരു മണ്ടത്തരമായിരിക്കും. നിങ്ങൾ തോറ്റു കഴിയുമ്പോൾ നിങ്ങളെ വന്ന് ആലിംഗനം ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടേത്. 3. കലിയുഗത്തിൽ ഒരാൾക്ക് ഒരു തവണ മാപ്പ് കൊടുത്താൽ നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ. നിങ്ങൾ ആ വ്യക്തിക്ക് 2ാം തവണ മാപ്പ് കൊടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് കരുണയുള്ള ഹൃദയമുണ്ട്. എന്നാൽ നിങ്ങൾ അയാൾക്ക് 3ാം തവണയും മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മരക്കഴുതയായിരിക്കും. 4. കാര്യം, എവിടെയെങ്കിലും തെറ്റും അധർമ്മവും കണ്ടാൽ മിണ്ടാതെ മാറി നിൽക്കരുത്, സഹിക്കരുത്. അതിനെതിരായി ശബ്ദമുയർത്തുക. അധർമ്മത്തിനെതിരെ പോരാടുന്നവർ മാത്രമേ ഇതിഹാസങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൂ. സഹിക്കുന്നവരെയും ഒളിച്ചോടുന്നവരെയും ആരും പിന്നെ ഓർക്കാർ പോലുമില്ല. 5. കാര്യം, ഒരു പന്നിയെ നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുത്തിയാലും അത് ചെളി കാണുമ്പോൾ അതിലേക്ക് എടുത്തു ചാടുക തന്നെ ചെയ്യും. ഇവിടെ ഉദ്ദേശിച്ചത് പന്നിയെ അല്ല കേട്ടോ. ഇതുപോലെ ചിലരെ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളവരെ നേരാക്കിയെടുക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്, വെറുതെ ആയിരിക്കും. 6. എപ്പോഴെങ്കിലും സ്വന്തം ആളുകളോട് അകൽച്ച തോന്നുകയും മറ്റുള്ളവരോട് അടുപ്പം തോന്നുകയും ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മോശ സമയം തുടങ്ങിക്കഴിഞ്ഞു എന്ന്. 7. മനസ്സിലുള്ള രഹസ്യങ്ങൾ എല്ലാമൊന്നും തുറന്നു പറയുന്നത് ഉചിതമായിരിക്കില്ല. കാരണം എപ്പോഴാണ് ഏറ്റവും നല്ല മിത്രവും ശത്രുവായി മാറുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. 8. കാര്യം, ജീവിതത്തിൽ ഈ 6 കാര്യങ്ങളെ ഭയക്കാൻ പാടില്ല. 1. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. 2. നിങ്ങളുടെ പരാജയത്തെ. 3. മറ്റുള്ളവരുടെ വിരട്ടൽ. 4. അധ്വാനിക്കാൻ. 5. ഒറ്റയ്ക്കിരിക്കാൻ അഥവാ ഒറ്റയ്ക്ക് ജീവിക്കാൻ. 6. മരണത്തെ. ഈ 6 കാര്യങ്ങളെ ഒരിക്കലും ഭയക്കരുത്. 9. കാര്യം, എല്ലാവരും എല്ലായ്പ്പോഴും ഒരുപോലെ നമ്മളെ സ്നേഹിക്കുമെന്നും കൂടെ ഉണ്ടാവണമെന്നും കരുതിയിരിക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ അകലാൻ തന്നെ അനുവദിക്കുക. അല്ലാതെ അവരെ നിർബന്ധമായി പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ അവർക്ക് പിന്നെ അത് വെറുപ്പായി മാറും. 10. കാര്യം, താൻ ചെയ്ത കാര്യത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നവരുടെ ബന്ധങ്ങൾ അധിക നാൾ നീണ്ടു നിൽക്കാറില്ല. അതായത്, ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തില്ലേ, നിനക്ക് വേണ്ടി ഞാൻ കുറെ സഹിച്ചില്ലേ എന്നൊക്കെ എപ്പോഴാണോ ഓർത്ത് പറയുന്നത് അന്ന് മുതൽ ആ ബന്ധത്തിന്റെ ദൃഢത നഷ്ടമാകാൻ തുടങ്ങും. നിങ്ങൾക്കും ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർത്തുക. 11. കാര്യം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പേരും ബന്ധം വേർപെടുത്തുവാൻ സ്വയം തുനിയുന്നില്ല. അവർ നമ്മൾ സ്വയം ഒഴിഞ്ഞു പോകാനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. പിന്നീടവർ നമ്മളെ ദോഷിയായി പറയും. 12. കാര്യം, ആരാണോ കള്ളം പറയാനുള്ള കഴിവ് നേടിയിരിക്കുന്നത് അവർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നിർത്താനാകും. എന്നാൽ വേണ്ടപ്പെട്ടവരോട് അവർക്കിതിന് കഴിയില്ല. 13. കാര്യം, നിങ്ങളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ആളിനെ
മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് വെളിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. കാരണം അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങൾക്ക് ആയില്ല എങ്കിലോ അവർ കൂടുതൽ അകലുകയേ ഉള്ളൂ. നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല എങ്കിൽ സമയം അതവർക്ക് കാണിച്ചു കൊടുക്കും. 14ാമത്തെ കാര്യം, ദുഷ്ടതയും മോശ ചിന്താഗതിയുമുള്ള ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് നിങ്ങളെ മത്സരിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ നിങ്ങളെ അപമാനപ്പെടുത്തുവാൻ ശ്രമിക്കും. നിങ്ങളുടെ കുറവുകളെ കണ്ടെത്താൻ ശ്രമിക്കുകയും അത് മറ്റുള്ളവരുടെ മുന്നിൽ പാടി നടക്കുകയും ഇവർ ചെയ്യും. 15ാമത്തെ കാര്യം, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അവരെ പോലെ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത വ്യക്തിയോടെ കൂട്ടുകൂടുകയുള്ളൂ. അതെന്തിനാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. 16ാമത്തെ കാര്യം, ഈ ലോകത്തിൽ വഞ്ചന എന്നത് ഒരു തരത്തിൽ ഒരു ഇരണമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത് നൽകിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസവഞ്ചനയാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ വേദന. മറ്റെന്ത് വേദനയും അവന് താങ്ങാനാകും. 17ാമത്തെ കാര്യം, നിങ്ങളോട് ബന്ധം പുലർത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെ തടയാൻ നിൽക്കരുത്. കാരണം ഇത് കലിയുഗമാണ്. കള്ളസ്നേഹം കാണിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ. സത്യസന്ധതയെ പുറങ്കാലുകൊണ്ട് ചവിട്ടുന്നു. 18ാമത്തെ കാര്യം, ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് സന്തോഷിക്കുന്നുണ്ടോ? നിങ്ങൾ ആ സമയം പ്രതികരിക്കാതെ കുറച്ച് സമയത്തേക്ക് ശാന്തതയോടെ ഇരിക്കുക. മുകളിലുള്ളയാൾ അതിൻ്റെ കണക്ക് നോക്കി കൊടുക്കുമ്പോൾ അവർക്ക് താങ്ങാൻ മാത്രമല്ല പിന്നീട് അവർക്ക് ഉറങ്ങാനും സാധിക്കില്ല. ഇത് കലിയുഗത്തിലും ഇങ്ങനെ തന്നെ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.